വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് 3 മാർക്കിൻ്റെ ചോദിച്ചാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് 8 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഹെഡിങ് എഴുതുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇയർ ആണ് അവിടെ നോട്ട് ചെയ്ത് എഴുതേണ്ടത്. 2 സൈഡ്സ് ആണ് ഉണ്ടാകുക, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് ടോപ്പ് DR എന്ന് എഴുതണം, ക്രെഡിറ്റ് സൈഡ് ക്രെഡിറ്റിൽ ടോപ്പിൽ CR എന്ന് എഴുതണം. ഫോർമാറ്റ് കറക്റ്റായി ആദ്യം നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഡെബിറ്റ് സൈഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എഴുതുക, പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കുക. ഫ്ലൈറ്റ് ബാക്കി വരുന്ന എല്ലാം ഡെബിറ്റ് സൈഡ് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഫ്ലൈറ്റ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ക്യാരേജ് ഇൻവേർഡ്, ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ്, ഗ്യാസ്, ഫ്യൂല്, പവർ, ഫാക്ടറി ലൈറ്റിങ്, ഫാക്ടറി എക്സ്പെൻസ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന ഇൻകംസ് ആണ്, ഡയറക്റ്റ് ഇൻകംസ് ആണ്. സെയിൽസ് റിട്ടേൺസ് ഉണ്ട്, ലെസ് ചെയ്ത് കാണിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക്, ലോസ് ബൈ ഫയർ, തീപിടുത്തമുള്ള എന്തെങ്കിലും ലോസ് വന്നാൽ അത് എൻട്രി ചെയ്യുന്നു. ഇനി ഏത് സൈഡിലെ എമൗണ്ട് കൂടുതലെന്ന് നോക്കുക. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ നമ്മുടെ ഡിഫറൻസ് എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാണ് എഴുതുക. ഈ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുക. ഇനി ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് എഴുതുക. ബൈ ഗ്രോസ് ലോസ് C/D എന്ന് എഴുതുന്നു. ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 12,500, പർച്ചേസ് 22,000, പർച്ചേസ് റിട്ടേൺസ് 2,000, വേജസ് 2,000, ക്യാരേജ് ഇൻവേർഡ് 500, സെയിൽസ് 57,000, സെയിൽസ് റിട്ടേൺസ് 3,000, ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ വരുമെന്ന് നമുക്കറിയാം. ട്രേഡിംഗ് ഡെബിറ്റ് സെയിൽ എൻട്രി ചെയ്യുന്നു. പർച്ചേസ് ട്രേഡിംഗ് ഡെബിറ്റ് സെയിലാണ്. റിട്ടേൺസ് വന്നുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലെ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് ലേസ് ചെയ്ത് കാണിക്കണം. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡ് എൻട്രി ചെയ്യുക. ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡ് എൻട്രി ചെയ്യുക. സെയിൽസ് ഇൻകമാണ്, ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്ത് കാണിക്കുന്നു. ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണം? ഇൻകമാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഹെഡിങ് എഴുതുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. നമ്മുടെ ക്വസ്റ്റിൽ ഇയർ തന്നിട്ട് ഇയറും കൂടി നോട്ട് ചെയ്ത് എഴുതണം. ടോപ്പിൽ ഡെബിറ്റ് സൈഡ് ടോപ്പിൽ DR എന്ന് എഴുതുന്നു. ടോപ്പിൽ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോപ്പിൽ CR എന്ന് എഴുതുന്നു. 4 കോളംസ് അഡോപ്റ്റ് ചെയ്യുന്നു. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് കോളം വരച്ചിടുന്നു. ഇനി ഫസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡ് 2 ഓപ്പണിംഗ് സ്റ്റോക്ക് 12,500 എന്ന് എഴുതി. പർച്ചേസിന് എക്സ്പെൻസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡ് എഴുതുന്ന പർച്ചേസ് എഴുതി. പർച്ചേസ് റിട്ടേൺസ് ഉണ്ട്, ഇന്നർ കോളത്തിൽ എഴുതുന്ന 22,000, ലെസ് പർച്ചേസ് റിട്ടേൺസ് 2,000, ലെസ് ചെയ്യുമ്പോൾ 20,000 കിട്ടുന്നു. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന വേജസ് തന്നിട്ടുണ്ട് 2,000, ക്യാരേജ് ഇൻവേർഡ് തന്നിട്ടുണ്ട് 500. ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻകംസ് ആണ്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ബൈ സെയിൽസ്. ഇന്നർ കോളത്തിൽ എഴുതുന്ന സെയിൽസ് റിട്ടേൺ ആയതുകൊണ്ട് സെയിൽസ് റിട്ടേൺസ് 3,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ടർ കോളത്തിൽ 54,000 കിട്ടുന്നു. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻകമാണ്, ക്രെഡിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ഇനി ഏത് ഐറ്റങ്ങളിലെല്ലാം എൻട്രി ചെയ്തതിന് ശേഷം ഏത് സൈഡിലെ എമൗണ്ട് കൂടുതൽ നോക്കുന്നു? നമുക്കിവിടെ 2 സൈഡും സെപ്പറേറ്റ് കൂട്ടി നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ്, അത് 2 സൈഡ് ടോട്ടൽ എഴുതുന്നത് 69,000. ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ അതാണ് 2 സൈഡ് ടോട്ടലായിട്ട് എഴുതേണ്ടത്. എമൗണ്ട് കുറവ് എവിടെയാണോ അവിടെയാണ് ബാലൻസ് എഴുതേണ്ടത്. ഡെബിറ്റ് സൈഡിൽ ഇവിടെ എമൗണ്ട് കുറവ്, അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കുറവാണെങ്കിൽ അത് പ്രോഫിറ്റാണ്. അതിന് ഗ്രോസ് പ്രോഫിറ്റ് C/D എന്ന് എഴുതുന്നു. അതിൻ്റെ എമൗണ്ട് ഡിഫറൻസ് എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 34,000 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 3 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചോദിക്കുകയാണ്. നമുക്ക് 8 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ അക്കൗണ്ട് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കണം.
അഡ്ജസ്റ്റ്മെൻറ്റ് സിമ്പിൾ ട്രിക്സുകളാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 സ്റ്റെപ്പുകളായി ചെയ്ത് പൂർത്തിയാക്കുന്നതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുക. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്താണെന്ന് നോക്കാം. എൻട്രീസ് മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രേഡിംഗ് പീരീഡ് ബീങ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് അപ് ടു ഡേറ്റിൽ നമ്മൾ എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ്, ഗെയിൻസ് എല്ലാം ട്രേഡിംഗ് പീരീഡിന് എൻഡിൽ എൻട്രി ചെയ്യുന്നതാണെന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുക. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ട്രിക്കിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്പർ 1 ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ട്രയൽ ബാലൻസ് തന്നാൽ അത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ എടുക്കുകയുള്ളൂ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത്. ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഏത് ഐറ്റമാണ് ഐറ്റത്തിനോടുകൂടി ആഡ് ചെയ്തിടുക. അതുപോലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലൈബിലിറ്റി സൈഡിലാണ് എൻട്രി ചെയ്യുക, ലൈബിലിറ്റി ആയതുകൊണ്ട്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിലാണ് തരുന്നത്, അത് ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. നെക്സ്റ്റ് തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയാം. അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത്. ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഏത് ഐറ്റത്തിന് ഡെബിറ്റ് സൈഡ് ഐറ്റത്തിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കാം, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ മാത്രമേ എൻട്രി ചെയ്യാറുള്ളൂ. ഇനി നെക്സ്റ്റ് അക്രൂഡ് ഇൻകം. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകംസ് ആണ്. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ഏതായിട്ട് ഐറ്റത്തിനോടുകൂടി ആഡ് ചെയ്തിടുക. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എൻട്രി ചെയ്യുക. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലാണ് അക്രൂഡ് ഇൻകം തരുന്നെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രമേ എൻട്രി ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് നമ്പർ 5 റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നെങ്കിൽ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏത് ഐറ്റമാണ് ഐറ്റത്തിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് ഐറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യുക. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അതിൽ നിന്ന് ഏതായിട്ട് ഐറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കുക. ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിലാണ് എൻട്രി ചെയ്യുക. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡിൽ ആണ് എൻട്രി ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ഏത് ഫിക്സഡ് അസറ്റ് അതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുക. ഡിപ്രീസിയേഷൻ ട്രയൽ ബാലൻസിലാണ് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിലാണ് മാത്രമേ എൻട്രി ചെയ്യുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാത്രം എൻട്രി ചെയ്യുള്ളൂ. ഇനി ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ പ്രൊവിഷൻ ഫോർ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തരുവാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലെ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഈ ഐറ്റങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഫർദർ ബാഡ് ഡെബ്റ്റ്സും അതുപോലെ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സും ഡിസ്കൗണ്ട് എല്ലാം എന്ത് ചെയ്യണം, സൺട്രി ഡെപ്റ്റേഴ്സിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇനി ബാഡ് ഡെബ്റ്റ്സ് ട്രയൽ ബാലൻസ് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് തന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ഇനി ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞ് ട്രയൽ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് തന്നിട്ടുള്ളതെങ്കിൽ അത് പ്രീവിയസിലെ ബാഡ് ഡെബ്റ്റ്സ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ഡിസ്കൗണ്ട് ഓൺ പ്രൊവിഷൻ ഫോർ സൺട്രി ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിലെ സൺട്രി ക്രെഡിറ്റേഴ്സിൽ നിന്ന് ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് തരുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിനോട് കൂടി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കാണിക്കുക. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ എൻട്രി ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ലെസ് ചെയ്ത് കാണിക്കുന്നു. ഡ്രോയിങ്സും ലെസ് ചെയ്ത് കാണിക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് അബ്നോർമൽ ലോസ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്ക് തരിക. ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ലോസ് കാണിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ സെൽഫ് ലോസ് സ്വന്തമായി വഹിക്കേണ്ട എമൗണ്ട് ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ലോസ് ഡെബിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യുക. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നൽകുന്നുണ്ട്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞ് നമ്മളത് അഡോപ്റ്റ് ചെയ്ത് എഴുതുന്നു.
ഇനി മാനേജേഴ്സ് കമ്മീഷൻ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമുക്ക് തരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലാണ് എൻ്റർ ചെയ്യുക. ഇത്രയും മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് വളരെ സിമ്പിൾ ട്രിക്കിലൂടെ നിങ്ങൾക്കത് ക്ലിയർ ആക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ മോഹൻ ആസ് ഓൺ 31st December 2024. നോക്കാം, 3 കോളംസ്. നമുക്ക് ട്രയൽ ബാലൻസിന് 3 കോളംസ് നമുക്കറിയാം. ഫസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡിൽ, വേജസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ. ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്, അത് കറണ്ടിയിലെ എമൗണ്ട് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ, കമ്മീഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് അത് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. അഡ്വർടൈസിങ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. അഡ്വർടൈസിങ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡ് എൻ്റർ ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് എൻ്റർ ചെയ്യുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. സെയിൽസ് റിട്ടേൺ ഇൻവേർഡ് എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്ത് കാണിക്കുന്നു. ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. കാരേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. റിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ. ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നോക്കുക, ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ബാങ്ക് ലോൺ ലൈബിലിറ്റി ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. റെൻറ്റ് റിസീവ്ഡ് ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. സെയിൽസ് ഡയറക്റ്റ് ഇൻകംസ് ആണ് ട്രേഡിംഗ് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. റിട്ടേൺ ഔട്ട്വേർഡ് പർച്ചേസ് റിട്ടേൺസ് ട്രേഡിംഗ് ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ ഔട്ട്വേർഡ് ലെസ് ചെയ്ത് കാണിക്കുക. ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ കാണിക്കുക. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ക്യാപിറ്റൽ ലൈബിലിറ്റി ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ എൻ്റർ ചെയ്യുക. ഇനി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫസ്റ്റ് ക്ലോസ് സ്റ്റോക്ക് 15,000. ക്ലോസ് സ്റ്റോക്ക് നമുക്ക് എവിടേക്ക് എടുക്കാം, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും അതേപോലെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും എൻ്റർ ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് നമ്മൾ എവിടെ എടുക്കേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡ് സാലറിയോടുകൂടി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ 5,000 രൂപ കൂടി ആഡ് ചെയ്ത് കാണിക്കുക. ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിൽ 5,000 രൂപ മാത്രമേ ലൈബിലിറ്റി സൈഡിൽ കാണിക്കാവുള്ളൂ. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ₹3,000. ഇൻകമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്യുക ഇൻകം ആയതുകൊണ്ട്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ബൈ 10%. ഡിപ്രീസിയേഷൻ വരെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലെ ഇത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റൈറ്റ് ഓഫ് ഫോർ ദ ബാഡ് ഡെബ്സ് ₹1,000 ആൻഡ് പ്രൊവൈഡ് ഫോർ ഡൗട്ടബിൾ ഡെബ്സ് അറ്റ് 2%. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന എമൗണ്ട് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ ഫർദർ ബാഡ് ഡെബ്സ് 1,000 രൂപ എഴുതുന്നു. അതേപോലെ തന്നെ സൺഡ്രി ഡെബ്റ്റേഴ്സിൻ്റെ 2% ഡൗട്ട്ഫുൾ ഡെബ്സും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഡെബ്റ്റേഴ്സിൽ നിന്ന് ഈ 2 ഐറ്റങ്ങളുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്ന എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഇനി നമ്മളിവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2024 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. നമ്മളിവിടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, സെയിം ഡേറ്റിൽ തന്നെ. ഇനി അത് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഓരോ ഐറ്റം അത് എവിടെ വരുന്നെന്ന് നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ മാർജിൻ സൈഡിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹെഡിങ് എഴുതുന്നു, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2024. ഹെഡിങ് എഴുതിയിട്ട് 4 കോളംസ് വരച്ചിടുന്നു. അതിനുശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നു, ലാസ്റ്റാണിത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം അതേപോലെ എടുത്തെഴുതുന്നു. ഡെബിറ്റ്സ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി 25,000. പർച്ചേസ് ഡെബിറ്റ് സൈഡിലാണ് വരിക.
പർച്ചേസ് 85,000, പർച്ചേസ് റിട്ടേൺ 7,000 അത് ലെസ് ചെയ്യുമ്പോൾ 78,000. നെക്സ്റ്റ് വേജസ് 10,000, ക്യാരേജ് 3,000, ഫ്രൈറ്റ് 2,000. ഇതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എഴുതുന്നു 1,70,000, സെയിൽസ് റിട്ടേൺ ഉള്ളത് 7,000 ലെസ് ചെയ്തു 1,63,000. നെക്സ്റ്റ് ക്ലോസ് സ്റ്റോക്ക് 15,000. ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റങ്ങളെല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എഴുതി കഴിഞ്ഞു. ഇനി ഏത് സൈഡിലെ എമൗണ്ട് കൂടുതൽ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് അത് രണ്ട് സൈഡിലും ടോട്ടലായിട്ട് നമ്മൾ എഴുതുന്നു. എവിടെയാണ് എമൗണ്ട് കുറവ്? ഡെബിറ്റ് സൈഡിൽ. അത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് C/D എന്നും പറഞ്ഞ് എഴുതുന്നു. ബാലൻസ് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 60,000. ഈ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് എന്തിനാണ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിലേക്ക്? അത് ഇൻകം ഇതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. സാലറീസ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് 20,000 ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് 5,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 25,000. കമ്മീഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 12,000. അഡ്വർടൈസിങ് ഇൻഡയറക്റ്റ് 8,000. റിപ്പയേഴ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 2,500. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഡിപ്രീസിയേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 10% ആണ്. ട്രയൽ ബാലൻസ് തന്നിരിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1 lakh ആണ്. അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യണം 10,000. ഇനി ബാഡ് ഡെബ്റ്റ്സ് നമ്മുടെ കോസ്റ്റിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 4,000. ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് ബാഡ് ഡെബ്റ്റ്സിന് അത് അതേപോലെ എടുത്തെഴുതുന്നു. ഇനി ഇൻകം സൈഡിൽ നമ്മൾ എഴുതേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് 7,000. നമുക്ക് അക്രൂഡായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ എത്രയാണോ ഉള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് 3,000. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,000 കിട്ടുന്നു. റെൻ്റ് റിസീവ്ഡ് ഇൻകമാണ് 12,000. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ് 4,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന ഫർദർ ബാഡ്സ് നമുക്ക് 1,000 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന സൺഡേ ഡെപ്റ്റേഴ്സിന് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് നമുക്ക് 2% തന്നിട്ടുണ്ട്. അപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സ് ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നത് 18,000 ആണ്. ഫർദർ ബാഡ്സ് 1000 ഉണ്ട്. അത് ലെസ് ചെയ്യുമ്പോൾ 17,000. അതിനെയാണ് 2% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 340. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ട് എല്ലാ ഐറ്റം എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇനി ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ നോക്കുക. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ്. അതാണ് രണ്ട് സൈഡും ടോട്ടൽ. ഏത് സൈഡിലാണ് എമൗണ്ട് അതാണ് രണ്ട് സൈഡും ടോട്ടലായിട്ട് എഴുതേണ്ടത് 86,000. കൂടുതൽ ഏത് സൈഡ് അതാണ് ടോട്ടലായിട്ട് 86,000 രണ്ട് സൈഡും ടോട്ടലായിട്ട് എഴുതി. എമൗണ്ട് എവിടെയാണ്? ഡെബിറ്റ് സൈഡ് എമൗണ്ട് കുറവ്. അല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ടു ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ അക്കൗണ്ടിനോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് എമൗണ്ടാണ്. ബാലൻസ് കിട്ടിയിരിക്കുന്നത് 23,160. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജാണിത് ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഡേറ്റ് നമുക്ക് ക്വസ്റ്റിൽ തന്നെ 31 December 2024 ആണ്. 4 columns. ഇതൊരു ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ 4 columns അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ഇനി അസറ്റ് സൈഡിലൊന്ന് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് ഇല്ലേ നമുക്ക് അസറ്റ് സൈഡിലാണ് 8,000. ക്യാഷ് ടു ബാങ്ക് 15,000. ഡെപ്റ്റേഴ്സ് ട്രയൽ ബാലൻസ് 18,000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് 1,000 ഫർദർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട്. അതുപോലെ 2% ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. ഇത് രണ്ടും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 16,660 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് 15,000. അക്രൂഡ് ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 3,000. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ട്രയൽ ബാലൻസ് തന്നത് 60,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. നോക്കാം. ഇനി ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 12,000. അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ നേരിട്ട് എമൗണ്ട് കൊടുത്തിലേക്ക്. ബാങ്ക് ലോൺ അഡ്ജസ്റ്റ്മെൻറ്റ് 50,000. അതുപോലെ ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്ന എമൗണ്ട് 1,22,500 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റലിനോട് ആഡ് നെറ്റ് പ്രോഫിറ്റ് 23,160. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,45,660 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ഇത് ട്രയൽ ബാലൻസ് നമുക്ക് 1 lakh ആണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ 10% ലെസ് ചെയ്ത് കാണിക്കണം 90,000. എല്ലാ ഐറ്റം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് രണ്ട് സെപ്പറേറ്റ് ആയി ആഡ് ചെയ്ത് നോക്കുന്നു. രണ്ട് സൈഡ് നമുക്കിവിടെ ഈക്വലായി കിട്ടുന്നു. 2,07,660 എന്നാണ് രണ്ട് സൈഡും ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. രണ്ട് സൈഡ് ഈക്വലായി നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. ഇതേപോലെയാണത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്.
ഇതേപോലെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് സിമ്പിൾ ട്രിക്കിലൂടെ നിങ്ങൾ അത് കൺഫേം ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകംസ് മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകംസ് മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് ഐറ്റവും ലൈബിലിറ്റീസ് ഐറ്റവും മാത്രമേ എൻ്റർ ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് നമുക്ക് 8 മാർക്കിന് എക്സ്പെക്റ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് അഡോപ്റ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.